നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ മികച്ച നേതാവ്? ചോദ്യം ഇലോൺ മസ്കിന്റെ ഗ്രോക്കിനോടാണ്. രാഹുൽ തന്നെ എന്നാണ് ആ $1 മില്യൺ ഉത്തരം. ഗ്രോക്ക് അതിന്റെ കാരണങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ മതസ്ഥരെയും ഒന്നിച്ചു നിർത്തുന്ന നേതാവാണ് രാഹുൽ. രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന നേതാവ്. രാഹുൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. എന്നാൽ നരേന്ദ്രമോദി വർഗീയ സംഘർഷങ്ങളുടെ പേരിലും സിഎയുടെ പേരിലും വലിയ വിമർശനം നേരിടുന്നുവെന്നും ഗ്രോക്ക് മറുപടി പറയുന്നു. അടുത്തത് രാഹുലിന്റെയും മോദിയുടെയും വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. രാഹുൽ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. എന്നാൽ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളെപ്പറ്റി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുകൂടി ഗ്രോക്ക് മറുപടി നൽകിയതോടെ ഒരു കൂട്ടർക്ക് അങ്ങ് വിരളി പിടിച്ചു. അങ്ങനെ ഗ്രോക്കിനും ഇലോൺ മസ്കിനുമെതിരെ സൈബർ ഇടത്ത് അധിക്ഷേപങ്ങൾ നിറഞ്ഞു തുടങ്ങി. പിന്നെ ഗ്രോക്ക് ഇതുകൂടി അങ്ങ് പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഇതോടെ ആക്രമണം കനത്തു. പിന്നെയുമുണ്ട് BJP ചൊടിപ്പിച്ച മറുപടികൾ. സ്വാതന്ത്ര്യസമരത്തിൽ RSSന് പങ്കൊന്നുമില്ലെന്നും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തവരാണ് RSS എന്നും കടത്തി പറയുന്നു ഈ ഗ്രോക്ക്. BJP സംഘപരിവാർ കേന്ദ്രങ്ങൾ അരിശപ്പെടാൻ വേറെന്ത് വേണം? അമേരിക്കൻ സന്ദർശനത്തിൽ ട്രംപിനെ കാണാൻ പോയ മോദി ഇലോൺ മസ്കിനെയും കണ്ടിരുന്നു. മസ്കിന്റെ കുടുംബത്തെയും കണ്ട് അദ്ദേഹത്തിന്റെ കുട്ടികളെയും കണ്ട് കൊഞ്ചിച്ച് മോദി ഇന്ത്യയിലെത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പ്രഹരം. കാര്യം ചർച്ചയായി ഉയർന്നതോടെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന ചിന്തയിലാണ് BJP. ഇപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇലോൺ മസ്കിന്റെ എക്സ് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. കേന്ദ്രം അനാവശ്യമായി തങ്ങളുടെ ഉള്ളടക്കത്തിൽ കൈകടത്തുന്നതാണ് ഇലോൺ മസ്കിന്റെ ആരോപണം. ഇലോൺ മസ്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ ഒരു സാധാരണ ചാറ്റ് ബോട്ട് അല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാം സത്യസന്ധമായി പറയുന്ന, കുറിക്കുകൊള്ളുന്ന മറുപടികൾ നൽകുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ലക്ഷ്യമിടുന്നതെന്ന്. അതുകൊണ്ട് ഗ്രോക്ക് ഇലോൺ മസ്കിനെ പറ്റി ചോദിച്ചാലും സത്യസന്ധമായ മറുപടികളാണ് പറയുന്നത്. ആരാണ് എക്സിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ഗ്രോക്കിനോട് ചോദിച്ചാൽ ഒരാശങ്കയും കൂടാതെ അത് പറയുക മസ്ക് എന്ന് തന്നെയാണ്. സ്വന്തം മുതലാളിയുടെ പൊള്ളത്തരം വരെ തുറന്നു പറഞ്ഞതിലൂടെ വിമർശനത്തിന് പുതിയ തലങ്ങൾ തുറന്നിരിക്കുകയാണ് ഗ്രോക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ ജനപ്രീതിയും അപ്രീതിയും നേടിയിരിക്കുകയാണ് ഈ ഗ്രോക്ക്. എന്തായാലും കേന്ദ്ര IT മന്ത്രാലയം ഗ്രോക്കിനെ നിരീക്ഷിച്ചു വരികയാണ്. നരേന്ദ്രമോദിക്കെതിരെ അടക്കം തുടക്കത്തിലെ മൂർച്ചയുള്ള നിലപാട് ഇപ്പോൾ ഗ്രോക്കിനില്ലെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഉത്തരങ്ങളെല്ലാം ഒന്ന് മയപ്പെട്ട പോലെയുണ്ട്. കണ്ടു തന്നെ കാണാം ഗ്രോക്കെ നിനക്ക് എന്ത് പറ്റുമെന്ന്.